അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, ഇന്നലെ കോടതി വ്യക്തമാക്കിയിരുന്നു കേസ് ഡയറി ഹാജരാക്കണം. അച്ഛൻ സ്വമേധയാ കണ്ടെത്തിയ തെളിവുകൾ കോടതിക്ക് മുൻപാകെ വച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എങ്കിൽ ഒരു തുടരന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും എന്നും കോടതി ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടരന്വേഷണത്തിലേക്ക് പോവുകയാണോ? അത്തരം സൂചനകൾ കോടതിയിൽ നിന്നുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് CBI നീങ്ങിയിരുന്നത്. ആ സമയത്താണ് CBI പല കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടില്ല എന്നും തൻ്റെ പക്കൽ താൻ സ്വമേധയാ കണ്ടെത്തിയിട്ടുള്ള ചില തെളിവുകളുണ്ട്, അത് സംബന്ധിച്ച വിഷയത്തിലെ പരിശോധനയൊന്നും CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ ജസ്നയുടെ അച്ഛൻ ജെയിംസ് ജോസഫ് കോടതിയിൽ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുദ്രവെച്ച കവറിൽ ചില രേഖകൾ ഈ ജെയിംസ് ജോസഫ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ചില ഫോട്ടോകളും പെൻഡ്രൈവുകളും അടക്കമുള്ളവ ആ രേഖ അതിലുണ്ടായിരുന്നു. അതിനുശേഷം അത് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറുകയാണ് എങ്കിൽ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കൈമാറണം എന്നൊരു അഭ്യർത്ഥനയും ഈ ജെയിംസ് ജോസഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ സമയത്താണ് കോടതി ഇത് സംബന്ധിച്ച വിശദമായ കേസ് ഡയറി ഹാജരാക്കണം എന്നുള്ള കാര്യം അങ്ങനെ ഒരു നിർദ്ദേശം CBIക്ക് നൽകിയത്. ഇനി കേസ് ഡയറി പരിശോധിക്കുമ്പോൾ അത് കോടതി ഇനി വിശദമായി പരിഗണിക്കും. 8-ാം തീയതിയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. ആ സമയത്ത് പരിഗണിക്കുമ്പോൾ ഈ കേസ് ഡയറിയിൽ ഈ ജസ്നയുടെ അച്ഛൻ സ്വമേധയാ കണ്ടെത്തിയ തെളിവ് എന്ന് പറയുന്ന രേഖകൾ അടക്കമുള്ള വിഷയത്തിൽ പരിശോധനകൾ നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായാൽ കോടതി ഈ കേസ് സംബന്ധിച്ച അന്വേഷണം തുടരാനുള്ളൊരു നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CBI പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പരമാവധി ശ്രമം നടത്തിയതാണ് ഈ ജസ്ന എവിടെയുണ്ട് എന്ന് കണ്ടെത്താനായി. പക്ഷേ ഒരു തുമ്പും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. അവസാനത്തെ ഒരു ചിത്രം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി അവരുടെ കൈവശമുള്ളത്. അതിനുശേഷം എവിടെ പോയി ജസ്ന എന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ദൃശ്യത്തിലുള്ള ജസ്ന എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്ന എവിടെയെന്ന് ആർക്കും ഒരു പിടിയുമില്ലാത്ത അവസ്ഥയായിരുന്നു. CBI വിശദമായ പരിശോധന നടത്തി. പക്ഷേ അവർക്ക് ഒരു തുമ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷമാണ് അത്രയും കാലം ഈ ആദ്യഘട്ടത്തിലൊന്നും ജസ്നയുടെ പിതാവ് കോടതിയിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിലോ വെളിപ്പെടുത്താതിരുന്ന ചില പുതിയ വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നത്. ഇതുകൂടി പരിശോധിക്കണം എന്നുള്ളതാണ് ജസ്നയുടെ പിതാവിൻ്റെ ആവശ്യം. അത് സംബന്ധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ കേസ് ഡയറി ഹാജരാക്കിയിരിക്കുന്നത്. ഇനി അതിൽ വിശദമായ പരിശോധന ഉണ്ടായ ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടാകും.